ഹായ്. വിഷയം ബിഗ് ബോസ് ആണ്. ഫോൺ തുറക്കാൻ പറ്റുന്നില്ല. യൂട്യൂബ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റ ആയിക്കോട്ടെ, ഏത് തുറന്നാലും ചർച്ചാ വിഷയം ബിഗ് ബോസ് ആണ്. ഷോ കഴിഞ്ഞിട്ട് 4-5 ദിവസമായിട്ടും ചർച്ച അവസാനിച്ചിട്ടില്ല. ഇനിയിപ്പോൾ 1.5 മാസത്തേക്ക് ഇത് തന്നെയായിരിക്കും ചർച്ച. വേറെ ഒരു കോണ്ടന്റിനെ കുറിച്ച് ആർക്കും സംസാരിക്കാനില്ല. ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ആൾക്കാർക്ക്? നാട്ടിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചർച്ച ചെയ്യാനായിട്ട്? കഴിഞ്ഞ ദിവസം ഒരു സ്ഫോടനം നടന്നിട്ട് അതിനെക്കുറിച്ചൊന്നും ആരും ഒന്നും പറഞ്ഞു കണ്ടില്ല. അടുത്ത ഇലക്ഷൻ വരുന്നുണ്ട്, അതിനെക്കുറിച്ച് ആർക്കും ഒന്നും പറയണ്ട. ഇത് കാരണം മറ്റുള്ള വീഡിയോസിന് റീച്ച് പോലും കിട്ടാത്തൊരവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസ് കൊണ്ടിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഈ വോട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരെ മണ്ടന്മാരാക്കുന്ന ഒരു ഷോ, അത്രയേ ഉള്ളൂ. സെലിബ്രിറ്റികളായ കുറേ ആളുകളെ സെലക്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് 100 ദിവസം കഴിയുമ്പോൾ അവർക്ക് ബോധിച്ച ഒരാൾക്ക് കപ്പ് കൊടുത്തങ്ങ് വിടും. പേരിനൊരു ചൊല്ല്, പ്രേക്ഷക വിധിപ്രകാരം എന്ന്. ഇതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് എന്ത് പ്രയോജനമാണുള്ളത്? ഈ ഷോയിൽ പോയി വരുന്ന ആളുകളെ കൊണ്ട് സമൂഹത്തിന് എന്ത് പ്രയോജനമാണുള്ളത്? സമൂഹത്തിന് അവരെന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? ഈ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഉടനെ തുടങ്ങും തമ്മിലടിയും തന്തയ്ക്ക് വിളിയും. അതുതന്നെയാണ് അവർ ചെയ്യുന്നത്. അഖിൽ മാരാർ നേരത്തെയൊക്കെ അയാൾ പറയുന്ന ചില കാര്യങ്ങളോടൊക്കെ യോജിപ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ജനങ്ങളെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത്. ജനങ്ങളെ മണ്ടൻ, പൊട്ടൻ, തലച്ചോറ് നഷ്ടപ്പെട്ടവർ, തന്തയ്ക്ക് വിളി, അതൊക്കെയാണ് അയാളുടെ ഇപ്പോഴത്തെ ഒരു രീതി. പിന്നെ ജിൻഡോയെക്കുറിച്ച് പറയണ്ടല്ലോ. അയാളുടെ പേരിലില്ലാത്ത കേസുകളില്ല. കള്ള്, കഞ്ചാവ്, പീഡനക്കേസ്, മോഷണക്കേസ്, ഇതൊക്കെ തന്നെ. പിന്നെ ഇപ്പോൾ വിൻ ചെയ്ത ആളിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, ഓൾറെഡി നിങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടല്ലോ. കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ 2 പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നതാണ് കണ്ടത്. ഇത് വേറെ ആരുമല്ല, കഴിഞ്ഞ സീസണിലുണ്ടായിരുന്ന ജിൻഡോയും സായി കൃഷ്ണയും. അപ്പോൾ ഈ ഷോയിൽ പോയി വരുന്നവരുടെ നിലവാരം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു ന്യൂസ് കണ്ടിരുന്നു, കന്നഡ ബിഗ് ബോസ് അടച്ചുപൂട്ടി സീൽ വെച്ചു എന്നും പറഞ്ഞിട്ട്. തമിഴ് ബിഗ് ബോസും സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ഇതും ഒന്ന് അടച്ചു പൂട്ടിയിരുന്നെങ്കിൽ ഇതിൻ്റെ പ്രേക്ഷകരല്ലാത്തവർക്കൊന്ന് മനസമാധാനത്തിൽ ഫോണ് തുറക്കാമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം. കുറേ പേര് ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. ബൈ. ടേക്ക് കെയർ.